ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനുള്ള കുറച്ച് ട്രിക്സ് നോക്കാം. ആദ്യം നമുക്ക് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5 നോക്കാം. അതായത് വൺസ് പ്ലേസിൽ 5 വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു നമ്പർ എടുക്കാം. ജസ്റ്റ് 15 എടുക്കാം. 15 അതെ, 25, 65, ഇതൊക്കെ എൻഡ് ചെയ്യുന്നത് 5 വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് കണ്ടുപിടിക്കും നോക്കാം. ഫസ്റ്റ് വൺ 15 എടുക്കുക. ഇതിൻ്റെ എല്ലാ നമ്പർ എൻഡ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? 5 വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയറിൻ്റെ ആൻസറും എൻഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? 25 വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് 15ൻ്റെ സ്ക്വയർ എങ്ങനെയാണെന്ന് നോക്കാം. 15ൻ്റെ സ്ക്വയർ ആണെങ്കിൽ ആദ്യം 5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് നമ്പർ എന്താണെന്ന് നോക്കുക. ഇത് എത്രയാണ്? 1 ആണ്. 1 കഴിഞ്ഞുള്ള അടുത്ത നമ്പർ എന്താ? 2 അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണോ ഇവിടെയുള്ള നമ്പർ അത് ഇൻറ്റു നെക്സ്റ്റ് നമ്പർ, അതായത് 2. ഇവിടെ 1 ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത നമ്പർ 2. അപ്പോൾ 1 ഇൻറ്റു 2. 1 ഇൻറ്റു 2 എന്താണ്? 2 ആണ്. അപ്പോൾ 15ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 225 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് 25ൻ്റെ നോക്കിയാലോ. 25 ആണെങ്കിൽ ആദ്യം 25 എഴുതുക വൺസും ടെൻസും പ്ലേസിൽ. ഇനി ഹൺഡ്രഡ്സ് പ്ലേസിൽ എന്താണെന്നറിയാൻ ഇതിലെ നമ്പർ ഏതാന്ന് നോക്കുക. ഇവിടെ ഏതാ നമ്പർ? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു അടുത്ത നമ്പർ 2 കഴിഞ്ഞുള്ള നമ്പർ 3. 2 ഇൻറ്റു 3 എത്രയാണ്? 2 ഇൻറ്റു 3 6. അപ്പോൾ 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625. അങ്ങനെയാണ് നമുക്ക് 65ൻ്റെ സ്ക്വയർ നോക്കിയാലോ. 65ൻ്റെ സ്ക്വയർ എത്രയാ? എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? 5ൻ്റെ സ്ക്വയർ 25 എഴുതുക. പിന്നെ ഇവിടെയുള്ള നമ്പർ നോക്കുക. ഇവിടെയുള്ള നമ്പർ 6 ആണ്. 6 കഴിഞ്ഞുള്ള അടുത്ത നമ്പർ എന്താണ്? 7 ആണ്. അപ്പോൾ 6 ഇൻറ്റു 7 എത്രയാ? 6 7s are 42. അപ്പം 65ൻ്റെ സ്ക്വയർ 4225. ഈസി അല്ലേ ചെയ്യാൻ? ഇനി നമുക്ക് 5-ൽ അല്ലാണ്ട് എൻഡ് ചെയ്യുന്ന വേറെ ചില നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് 14 എടുക്കാം. 14 എടുത്താൽ ഒരു നമ്പർ 1ഉം ഒരു നമ്പർ 4ഉം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തായാലും 1 മുതൽ 12 വരെയുള്ള സ്ക്വയേഴ്സ് എല്ലാവർക്കും അറിയാം അല്ലേ? അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നമുക്കറിയാം. അപ്പോൾ 4ൻ്റെ സ്ക്വയർ ഏതാണെന്ന് ആദ്യം നോക്കാം. 4ൻ്റെ സ്ക്വയർ എന്താണ്? 16 ആണ്. അതുപോലെ അടുത്ത നമ്പർ 1 ആണ്. 1ൻ്റെ സ്ക്വയർ എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിൽ സ്ക്വയർ സിംഗിൾ നമ്പർ ആണെങ്കിൽ നമ്മളത് ഡബിൾ ആക്കി എഴുതണം. അതായത് 1നെ നമുക്ക് 01 എന്ന് എഴുതാം. 01 എന്ന് എഴുതിയാലും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ 10 എന്ന് എഴുതാൻ പാടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിജിറ്റ്സ് രണ്ടെണ്ണം 14ലെ ഡിജിറ്റ്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു 4 എന്ന് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 4 ഇൻറ്റു 2 എന്താ വരിക? 8 ആണ് വരിക. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് 8 എഴുതണം എന്ന് ചോദിച്ചാൽ ഈ 8 ഈ വൺസ് പ്ലേസ് കഴിഞ്ഞിട്ടുള്ള നമ്പറിൻ്റെ താഴെ നമ്മൾ ആ 8 എഴുതി കൊടുക്കണം. എന്നിട്ട് ആഡ് ചെയ്ത് നോക്കണം. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടും. 6 8 + 1 9 1 0 value same. So 14 square equal to 196. ഇനി നമുക്ക് അടുത്തൊരു നമ്പർ നോക്കാം. നമ്പർ ഒരു 26 എടുക്കാം. 26 എടുത്താൽ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിജിറ്റ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 6ൻ്റെ സ്ക്വയർ
36 അതെഴുതി. 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പം നമ്മൾ അതിനെ 0 ഇൻറ്റു 4 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഒരു നമ്പർ വിട്ടിട്ട് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഈ 3ൻ്റെ തൊട്ട് താഴെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്ങനെ എഴുതണം? ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ 2 ഇൻറ്റു 6 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ. ഏത് നമ്പർ ആണെങ്കിലും അതിൻ്റെ ഡിജിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് അതിനെ ഡബിൾ എടുക്കണം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 6 12 ആണ്. 12ൻ്റെ ഡബിൾ, അതായത് 12 ഇൻറ്റു 2 24. അത് നമ്മൾ ഇവിടെ എഴുതണം. ഈ 4 ഒരു പ്ലേസ് വിട്ടിട്ട് എഴുതാം, 24. ഇനി ഇതിനെ തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 6 7 6. അപ്പോൾ 26ൻ്റെ സ്ക്വയർ 676 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു നമ്പർ തുടങ്ങാൻ നോക്കാം. ഒരു 43 എടുക്കാം. 43 എടുത്താൽ അതിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെയാണ്? ആദ്യം 3ൻ്റെ സ്ക്വയർ എന്താണ്? 0 9. ഇനി 4ൻ്റെ സ്ക്വയർ 16. ഇനി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 3 ഇൻറ്റു അതിൻ്റെ ഡബിൾ 2. അപ്പോൾ 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24. ആ 24 എഴുതേണ്ടത് 1 പ്ലേസിൽ നിന്ന് ഒരു ഡിജിറ്റ് വിട്ടിട്ടാണ്. 4 2. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 9 4 8 1. അപ്പോൾ 43ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1849. ഇനി നമുക്കൊരു നമ്പർ നോക്കാം. 68 നോക്കാം. 68ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ 8ൻ്റെ സ്ക്വയർ 8 8s are 64 ആണെന്ന് നമുക്കറിയാം. അതെ. പിന്നെ 6ൻ്റെ സ്ക്വയർ 6 6s are 36. ഇനി നമ്മൾ 6 ഇൻറ്റു 8 ഇൻറ്റു അതിൻ്റെ ഡബിൾ. അപ്പോൾ എന്ത് കിട്ടും? 6 8s are 48. 48 ഇൻറ്റു 2. 48 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 96 എന്ന് വരും. അപ്പോൾ 96ന് 6 എവിടെ എഴുതുക? 9 എവിടെ എഴുതുക? ഇനി ആഡ് ചെയ്യും. 4 6 6 are 36. Sorry, 6 plus 6 plus 6 12. 1 ഇവിടെ ക്യാരി ഓവർ ചെയ്യുക. 9 plus 6 plus 1 is 16. Then 1 carry over. Then 4. So the answer is 60 the square 4 6 2 4.